ഗുഡ് മോർണിംഗ് ബോയ്സ്. സമയം അറിയില്ല, വാച്ചിൻ്റെ അകത്ത എന്തായാലും ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. നമുക്ക് സൂപ്പർ മീറ്റർ കിട്ടിയിട്ടുണ്ട് 650. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ലൊക്കേഷനിലോട്ടുള്ള വണ്ടി. അവരെ ജാക്കറ്റും ഗ്ലൗവും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ആക്ച്വലി തന്നത് ഫ്രാൻസിസ് റോഡിലുള്ള ബ്ലൂ മൗണ്ടൻ ടീംസാണ്. സോ എന്തായാലും നമുക്ക് വണ്ടി എടുത്ത് നൈസായിട്ട് വിടാം. കുറച്ച് ആൾക്കാർ വണ്ടി കാണിക്കാനുണ്ട്, അവരെ ഇതുകൂടെ പറയാം. എക്സ്പീരിയൻസോ എൻ്റെ പൊന്നളിയാണ്. നല്ല ചൂടുണ്ട്, വണ്ടീൻ്റെ അല്ല വെയിലിൻ്റെ. വീട്ടിലൊന്ന് വന്നതാണ്. ഇതാ ഇവന് അങ്ങോട്ടോ അവിടെ കാണുമോ അറിയില്ല, അവന് കാണിച്ചു കൊടുക്കാൻ. അപ്പം അവന് വണ്ടി ഭയങ്കര ഇഷ്ടമായി. ട്രൗസർ ഇട്ട് ഓടിച്ചുകൊണ്ട് നൈസായിട്ട് ഹീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഇനി നമുക്ക് സ്ഥലത്തോട്ട് പോവാം. ഒട്ടക്കാരന് സെവി നല്ല ഹീറ്റുണ്ട്, നല്ലപോലെ ഹീറ്റുണ്ട്. ഒന്നാമത് പിന്നെ ചൂടുമാണ്, ആ ഒരു സീനുണ്ട്. പക്ഷേ എൻ്റെ പൊന്നു ബ്രോ, സീറ്റിംഗ് കംഫർട്ട് ഒരു രക്ഷയില്ലടാ. എന്താ പറയുക, ഇതിൻ്റെ മേലെ കയറിയിരിക്കുന്ന ആ സമയത്ത് ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് കാലെടുത്ത് മേലോട്ട് വെക്കുന്ന ഒരു സ്പോട്ട് ഉണ്ടല്ലോ, അപ്പം ഉണ്ടാകുന്ന ആ ഒരു സുഖം. നമ്മൾ ഈ കുറേ പണിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ച് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോഴുള്ളൊരു സുഖം ഉണ്ടല്ലോ, ആ സുഖമാണ് വണ്ടി ഇരിക്കുമ്പോൾ. ലോങ് റൈഡ്സൊക്കെയാണ് സെറ്റ്. ഇതുപോലെ സിറ്റി റൈഡൊക്കെ ഓടിച്ചാൽ ബുൾസേ ആയിപ്പോവും. റോയൽ എൻഫീൽഡുകാർ ഇത്രയും സ്നേഹമുള്ളതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വണ്ടി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അവർ ജാക്കറ്റും ഗ്ലൗവും ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ഗ്ലൗ ആക്ച്വലി പ്രിട്ടി നൈസാണ്. എന്താ പറയുക, ഇടുമ്പോൾ നമുക്കൊരു സേഫ്റ്റി ഫീലൊക്കെ വരുന്നുണ്ട്. ജാക്കറ്റിൻ്റെ ഉള്ളിലൊരു തെർമൽ ലൈനർ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ നൈസായിട്ട് അത് ഊരി നല്ല ചൂടെടുത്തിട്ട്, വണ്ടിയുടെ ചൂടല്ല കാലാവസ്ഥ ഓക്കെ, ഹെവി ചൂടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ. ഇതൊരു 10 മണി 10:30 ആകുമ്പോഴേക്കും ചൂടൊക്കെ അങ്ങ് വന്നു തുടങ്ങും. പിന്നെ ഒരു 5 മണിയൊക്കെ ആവും ആ ചൂടൊന്ന് ഇറങ്ങി വരാൻ. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം കക്കോടിയിലാണ്, വളരെ അടുത്താണ്. അധികം ലോങ് ഡിസ്റ്റൻസ് ഒന്നും എടുത്തിട്ടില്ല ഇപ്രാവശ്യം. ഗ്രീൻ വേൾഡ് എന്ന് പറയും ഒരു സ്ഥലം. എൻ്റെ ഇൻസ്റ്റയിൽ ഒരാൾ സജസ്റ്റ് ചെയ്താണ്. പണ്ട് ഞാൻ ആക്ച്വലി അവിടെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഏത് ആ സ്ഥലം എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലായിരുന്നു. വളരെ കുട്ടിയായിരുന്നപ്പോൾ പോയതാണ്. അപ്പോൾ ഇപ്പോൾ അവൻ അത് അയച്ചു തന്നപ്പോൾ ഏകദേശം എനിക്ക് ഒരു ഓർമ്മ വന്ന് അങ്ങ് എസ്കേപ്പ് ഇടുവാണ് അങ്ങോട്ടേക്ക്. കക്കോടി റൂട്ടൊക്കെ ആക്ച്വലി നൈസാണ്. നമ്മുടെ കരിയത്തുംപാറ റൂട്ടൊക്കെ പോലത്തെ റൂട്ടാണ്. ഫുള്ള് മരങ്ങളും ഇതുപോലത്തെ വൈബൊക്കെ ആയിട്ട്. റോഡിൻ്റെ ഓരോ ഇംപെർഫെക്ഷൻസും നമ്മൾ അറിയട്ടോ. സസ്പെൻഷൻ ഇച്ചിരി സ്റ്റിഫാണ്. ആൾക്കാർ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ആക്ച്വലി ഒരു ഫാക്റ്റാണ്. പക്ഷേ സീറ്റിൻ്റെ സൈഡ് നൈസാണ്, കാരണം റെയർ സസ്പെൻഷൻ ആക്ച്വലി സോഫ്റ്റാണ്. പിന്നെ ആ സീറ്റിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും കൂടെ ആകുമ്പോൾ ഒരു ഓക്കെയാണ്. നൈസായിട്ടൊരു തണലിൽ നിർത്തിയിട്ടെ എനിക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ലൊക്കേഷൻ നോക്കണം. നമുക്ക് ഹസാർഡ് ലൈറ്റ് ഉണ്ടല്ലോ അല്ലേ, അക്കാര്യം ഞാൻ മറന്നുപോയി. ലൊക്കേഷൻ ഒന്ന് നോക്കിക്കളട്ടെ. നേരെ പോകുന്നു, ഒരു ടി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുന്നു, പാലത്തിൻ്റെ അവിടെ നിന്ന് റൈറ്റ് എടുക്കുന്നു, നേരെ പോകുന്നു. കണ്ടോ, പാലത്തിൻ്റെ സൈഡിൽ നിന്ന് റൈറ്റിലോട്ടുള്ള ഏതോ ഒരു വഴിയാണ്. ഇതാണെന്നാണ് തോന്നുന്നത്. കുറച്ചുകൂടെ അവിടെ നിന്ന് വളയ്ക്കാം, ഇല്ലെങ്കിൽ പണി പാലും വെള്ളത്ത് കുടുങ്ങും. നമുക്ക് ഇവിടെ നിന്ന് വളയ്ക്കാം. ഇവിടെ അത്ര വലിയൊരു വളവില്ല, എന്നാലും വലിയൊരു വളവാണ്. അമ്മേ, ടേണിങ് റേഡിയസ്. അയ്യോ, ഇത് ആക്ച്വലി നല്ല വലിയൊരു റോഡാണ്. ആ റോഡ് ഫുള്ള് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് വളയ്ക്കുന്ന സമയത്ത്. അപ്പോൾ ഇங்கே ഇருந்து ലെഫ്റ്റ് പോകലാം. ചേട്ടാ, മറ്റേ പാർക്കിലോട്ട് ഇതിലൂടെയാണോ? പാർക്കിലോട്ട് ഇതിലൂടെയാ? ഒരു ഇല്ല, ഒരു പച്ച കളറൊക്കെ ഉള്ള നൈസായിട്ട് വഴി മാറിയെന്നാ തോന്നുന്നത്. വണ്ടി വളയ്ക്കാൻ നല്ല സീനാണ്. ഞാൻ ആക്ച്വലി ഇവിടുന്ന് ബാക്ക് എടുക്കാൻ നോക്കിയതാ, നടന്നില്ല. അവസാനം ആ പറമ്പ് മൊത്തം കറങ്ങിയിട്ടാണ് തിരിച്ചു തന്നെ. അവിടെ ഒരാളിരിക്കണ്ടായിരുന്നു, പുള്ളിക്കാരെ അങ്ങനെ നോക്കുന്നുണ്ട്. എന്താണ് അവൻ ഈ കാണിക്കുന്നത് ഈ വണ്ടിയും വെച്ചിട്ട്? എന്തൊരു ഏതോ ആഹാ
അടിപൊളി. എടാ ഇവിടെ ടിക്കറ്റ് ഒന്നുമില്ലല്ലോ, ഇവിടെ ടിക്കറ്റ് ഒന്നുമില്ലല്ലോ, ടിക്കറ്റ് അങ്ങനെ ഒന്നുമില്ലല്ലോ, ഓപ്പൺ സ്പേസ് അല്ലേ? ഓക്കെ മാൻ. കുറേ മുന്നേ വന്നതാണ് ഇവിടെ, അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഇതന്നെ സ്പോട്ട്. അതിൻ്റെ അകത്ത് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ടിക്കറ്റ് നോക്കി. ഇതാണ് സ്ഥലം. വണ്ടി അയ്യോ, ഞാനിനി ജന്മത്തിൽ വണ്ടി കുഴിയിലിറക്കണ പരിപാടിയില്ല മോനെ. എങ്കെയാവത് ഇത് നല്ലൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നു. ഈശ്വരാ മണ്ണന്നടിയല്ലേ, റോയൽ എൻഫീൽഡ്. വളവും തന്നെ പൊക്കാൻ പറ്റുന്നില്ല, ഞാനെങ്ങനെ പിന്നെ ഇവിടുന്ന് പൊക്കാം? അപ്പം നമ്മുടെ ക്യൂട്ട് ഹോട്ട് വണ്ടി സക്സസ്ഫുള്ളി ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. നമുക്ക് ആ സ്ഥലം ഒന്ന് പോയി നോക്കാം. എൻ്റെ മോനെ എല്ലാവരും പീസ്ഫുള്ളാണ്. ഓരോരുത്തർ ഓരോ മുക്കിലാണ്. ഞാനെന്നാ ആ മുക്കിലോട്ട് പോട്ടെ. അയ്യോ, അവിടെ ഇരിക്കുന്ന ബെഞ്ചൊക്കെ ഫുള്ളി എക്യുപ്ഡാണ്. ഇന്ത പക്കം ഇരിക്കാം, വേറൊന്നും ഉണ്ടാവില്ലേക്കില്ലേ. സോ ഇതാണ് സ്ഥലം. നമ്മളെപ്പോഴും വണ്ടി എടുത്ത് വരുമ്പോൾ ഒരു 11 മണി 10 മണിയൊക്കെ ആവും. രാവിലെയൊക്കെ തന്നെ ഇറങ്ങാറ്. പക്ഷേ ഇതുപോലെ വീഡിയോ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് എല്ലാം കഴിയുമ്പോഴേക്കും 10 മണി. പിന്നെ വീഡിയോ എടുക്കാൻ ലൈറ്റ് വേണ്ടേ. ചില സംഭവങ്ങളൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. കക്കോടി ഗ്രീൻ വേൾഡ് എന്ന് അടിച്ചാൽ മതി, ഈ സ്പോട്ട് വരും. അന്നും ഇങ്ങനെ തന്നെയാണ്, ഇന്നും ഈ സ്പോട്ട് ഇങ്ങനെ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഞാൻ വന്നത് 10ാം ക്ലാസ്സിലിട്ടും പഠിക്കുമ്പോൾ തോന്നുന്നു. പിന്നെ എപ്പോഴാണ് വരുന്നത്. എക്സ്പ്രസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറക്കായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് അധികം ആരും വണ്ടി കൊണ്ടുവരുന്നില്ല എന്നാണ് തോന്നുന്നത്. മേ ബി നോട്ട്, ബട്ട് ദിസ് പ്ലേസ് ഈസ് ആക്ച്വലി ക്വൈറ്റ് ബ്യൂട്ടിഫുൾ മാൻ. ഇതൊക്കെ ഏതാ റൂട്ട്? ഇവിടെയൊക്കെ ആക്ച്വലി വെള്ളം വന്ന് നിൽക്കുന്ന റൂട്ടാണ്. ഇതിൽ കൂടെ വെള്ളം ഇങ്ങനെ വിളിച്ച് അതിലൂടെ അങ്ങനെ പോകും. അവിടെ കുറച്ച് ആൾക്കാരെ കണ്ട് അവരെ നൈസായിട്ട് ഫോളോ അടിപ്പിച്ച് നോക്കിയപ്പം കുറച്ച് മ്യൂച്വൽസ് ഉണ്ടായിരുന്നു. ഒക്കെ ഈ ഏരിയയിലുള്ള അല്ലറ ചില്ലറ ആൾക്കാരൊക്കെ തന്നെ. പക്ഷേ സ്ഥലം നല്ല ക്വയറ്റ് പ്ലേസ് ആട്ടോ. എന്തെങ്കിലുമൊക്കെ ഓടി വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഓടിപ്പോവും. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം പറയാൻ പോയതായിരുന്നു. പക്ഷേ യു നോ ഹൗ ദിസ് ഈസ്. ഇതൊക്കെ എവിടേക്കാണ് പോകണത്? ഞാൻ ബൂട്ടിട്ട് എന്നൊരു ധൈര്യത്തിൽ മാത്രമാണ് ഇത്രയും ദൂരം പോണത്. അഥവാ ഒരു കടിയൊക്കെ എന്തെങ്കിലും കടിച്ചാൽ ഒന്ന് തടുത്ത് നിൽക്കാനൊക്കെ എന്നെയൊക്കെ ഉണ്ടാവും. അവിടെ ഒരു തോണിയൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? അവിടെ നല്ല പുറ്റൻ കാടാണ്. പ്രോപ്പർട്ടി എനിക്കിപ്പോൾ ഒരു രോമാഞ്ചം അടിച്ചു കേട്ടോ. കാരണം അമ്മ ഒരു സ്പൂക്കി ഏരിയ ആടോ. അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അവിടെ വഴിയുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു വഴിയില്ലാന്ന്. വഴിയുണ്ട്. ഇതൊക്കെ ഇങ്ങോട്ടാണാവോ ഈ പോണ്? ഇല്ലടാ, അവിടെ ഇത് ഡെഡിൻ്റെ ആണ്. പ്രോപ്പർലി നമുക്ക് ഏകദേശം അറിയാം ആൾക്കാർ പോയ വഴി, ആൾക്കാർ പോവാത്ത വഴി. ഞാൻ ഒന്നാമത് ഒറ്റയ്ക്കാണ് ഈ സ്ഥലം. ഒരാളൂടെ ഉണ്ടെങ്കിൽ ഞാൻ അവിടേക്കൊക്കെ പോയേനെ. അത് നമുക്കൊരു എക്സ്ട്രാ ഒരാളോട് വരുമ്പോൾ ആ ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ, അത് ആക്ച്വലി ഒരു വൃത്തിയായിട്ടൊരു ആത്മധൈര്യമാണ്, എന്നാലും നല്ലൊരു ആത്മധൈര്യമാണ്. നമ്മളെപ്പോലെ ഒറ്റയ്ക്ക് വരുന്ന ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ ആരും ഉണ്ടായില്ല. ഒന്നെങ്കിൽ ഫോണൊക്കെ കല്ലിൻ്റെ മേലെ ചാരി വെച്ചെടുക്കും, അല്ലെങ്കിൽ ഇതേ അവർ എടുത്ത് തന്നെ വളരെ ചിൽ ഗൈസ് ആയിരുന്നു. സോ ഇവിടുന്ന് എന്തായാലും നൈസായിട്ട് എസ്കേപ്പ് ഇടാം. എൻ്റെ മോനെ വേർത്തൊരു വഴിയായിട്ടുണ്ട്. വണ്ടീനെ പറ്റി മൊത്തം ഇരുന്ന് പഠിച്ചിട്ടൊന്നുമല്ല ഞാൻ വണ്ടി എടുത്തത്. പക്ഷെ എന്നാലും അല്ലറ ചില്ലറ കാര്യങ്ങൾ പറഞ്ഞുതരാം. പഴയ ഹെഡ്ലൈറ്റ് ആക്ച്വലി ഹാലോജൻ ആയിരുന്നു. ഇപ്പം LED വന്നിട്ടുണ്ട്. പക്ഷേ LED വെറുതെയാണ്. ഹാലോജനും ആക്ച്വലി ഇവർക്ക് LED ഇൻഡിക്കേറ്റേഴ്സും കൊടുക്കുമായിരുന്നു. അതൊരു നല്ലൊരു ഓപ്ഷനായിരുന്നു. ഇതിപ്പം ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സും LED ഹെഡ്ലൈറ്റ്സും വന്നത്. ഒരൊറ്റ നോട്ടത്തിൽ പ്രോപ്പറായിട്ടൊരു ഹാർലി ലുക്കാണ് വണ്ടിക്ക്. കയറിയിരിക്കുന്ന സമയത്ത് കാല് നമ്മൾ താഴോട്ട് വെക്കുമ്പം ഈ ഭാഗത്ത് കാല് തട്ടുന്നുണ്ട്. അതുകൊണ്ട് വെക്കുന്ന സമയത്ത് കുറച്ച് വൈഡായിട്ട് വെക്കാൻ നോക്കുക. അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ എന്തായാലും തട്ടും. അപ്പോൾ കുറച്ച് വൈഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ കാല് അവിടെ തട്ടില്ല. പിന്നെ എക്സോസ്റ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം. ഈ ഒരു ഭാഗമൊക്കെ
എൻ്റെ ആക്ച്വലി ഈ 5 വിരലിനെക്കാട്ടും ഇത്തിരി കൂടെ പുറത്തോട്ടുണ്ട് 2 ഭാഗത്തും. അത്രയും വലുപ്പം വീഡിയോയിൽ കാണുമ്പം വലുപ്പം തോന്നൂല, അതുള്ളത് പറയാം. പക്ഷേ വണ്ടി എടുത്ത് നിൽക്കുമ്പം പ്രോപ്പർ ഹ്യൂജ് മോട്ടോർ സൈക്കിളാണ്. പിന്നെ നല്ല വലിയൊരു വീൽ ബേസാണ് വരുന്നത്. ഈ റോഡിൽ നിന്നൊക്കെ ഞാൻ എന്തായാലും ഒരു പ്രാവശ്യം എടുത്ത് തിരിച്ച് ബാക്കോട്ട് എടുത്ത് 100 എടുത്ത് വളയ്ക്കണം. ഒറ്റയടിക്ക് ഒരിക്കലും കിട്ടില്ല. ആ പാലത്തിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ലൈക്ക് അത്രയും വലിയൊരു റോഡാണത്. അവിടെ നിന്ന് ഇവിടുന്ന് അങ്ങോട്ടും ബസ്സൊക്കെ പോകുന്ന റോഡാണ്. അവിടെ നിന്ന് ഞാൻ എടുത്തപ്പോൾ ആ റോഡ് ഫുള്ള് കവറായിട്ടാണ് വളച്ച്. ലൈക്ക് പ്രോപ്പർലി ഞാൻ ചരിച്ചിട്ടും ഫുള്ള് കവറായിട്ടാണ് വളച്ച്. ഈ നമ്മളെ ട്രിപ്പ് നാവിഗേറ്റർ വരും, മറ്റേതിനൊക്കെ എക്സ്ട്രാ ആക്സസറി പോലെയാണ് വരുന്നത്. ഇതൊക്കെ നമ്മുടെ നോർമൽ പഴയ വണ്ടികളിൽ കാണുന്ന സെയിം സാധനം. പിന്നെ കമ്പനി മൈലേജ് ക്ലെയിം ചെയ്യുന്നത് ലോങ് റൈഡിനൊക്കെ 30ഒക്കെയാണ്. ഇതുവരെ ഒന്നും ആരും ടെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. നോക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കൊരു മൈലേജ് ടെസ്റ്റിന് ഒന്നുകൂടെ എടുക്കാൻ പറ്റുമോ നോക്കാം. ലെറ്റ് മീ ട്രൈ. റോയൽ എൻഫീൽഡിൽ ഫ്രീ ആയിട്ട് പെട്രോൾ അടിച്ച് തരുവാണെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും പോകാൻ തയ്യാറാണെന്നൊക്കെ. പിന്നെ അവരുടെ ഗ്ലൗസ് ഉണ്ട് കേട്ടോ റോയൽ എൻഫീൽഡിൻ്റെ. ഇത് ആക്ച്വലി പ്രോപ്പർ ലെതർ മെറ്റീരിയലാണ്. ഇവിടെ നമുക്ക് നമുക്ക് ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ് ഈ ഭാഗത്ത് വരുന്നത്. സോ പ്രിറ്റി ഗുഡ്. വെയിലത്ത് പ്രിറ്റി ബാഡ്, ചൂടെടുത്ത് മരിക്കും. ജാക്കറ്റ് ഓൾസോ പ്രിറ്റി ഗുഡ് കേട്ടോ. ജാക്കറ്റ് ആക്ച്വലി നല്ല എന്താ പറയുക, നല്ലൊരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. നല്ല ഗുഡ് പാഡിങ്ങും അല്ലോ വരുന്നത്. എക്സോസ്റ്റ് കേൾപ്പിച്ചാൽ കേട്ടോ ന്യൂട്രികളുടെ കാല് പോകണം കേട്ടോ. കാല് ആക്ച്വലി അപ്പോൾ ഞാൻ നോർമലായിട്ട് നമ്മൾ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ ഇപ്പം എന്താ പറയുക, നമ്മൾ നമ്മളൊരു പണ്ടാരം നമ്മൾ സിഗ്നലിലൊക്കെ വെയിറ്റ് ചെയ്തിരിക്കാന്ന് പറയാം. അപ്പം നോർമൽ വണ്ടികളൊക്കെ നമ്മൾ ഇതുപോലെ കാല് വരിക, ഇങ്ങനെ ഇരിക്കണം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കസാലിലൊക്കെ ഇരുന്ന് ഇങ്ങനെ 2 ചായയും വെച്ച് ഒരു പരിപ്പോടൊക്കെ വെച്ച് ഇവിടെ ഇരുന്ന് തിന്ന് ആ ഒരു ലെവലിൽ ഇങ്ങനെ എന്താ പറയുക, പ്രോപ്പർ ഒരു ടേബിളും ഒരു ചെയറും ആ രീതിയിൽ ഇങ്ങനെ ഇരുന്നിരിക്കുക. ഏതൊരു സ്ഥലം തൊട്ടാലും നമുക്ക് ആ പ്രീമിയംനെസ് വണ്ടിയിൽ ഫീൽ ചെയ്യും കേട്ടോ. സോ എനിവേ എക്സോസ് സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇത് ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പോപ്സ് ഉണ്ട്. അത് ആക്ച്വലി മാസീവാണ്. സോ നമുക്കെന്തായാലും ഇവിടെ നിന്ന് തെറിക്കാം. ഈ സ്ഥലത്ത് ഒരു ദിവസം കൂടെ ചായക്ക് മാത്രമായിട്ട് വരണം. ഇതുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, അയ്യോ വണ്ടി വളച്ചെടുക്കാൻ ഇച്ചിരി പ്രശ്നമാണ്. നമുക്കൊരു കൊച്ചു ഹൈവേ ക്രൂസിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ 2-3 പ്രാവശ്യമായപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത്, ഗിയർ അപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തില്ല, അപ്പ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗിയർ ലോക്കായി പോകുന്നു. ലൈക്ക് പ്രോപ്പറായിട്ട് ഗിയർ മേലോട്ട് കയറാത്തൊരു ഫീല്. ഒന്നെങ്കിൽ ഞാൻ ഗിയർ മാറ്റുന്നത് ശരിയാവായിട്ടായിരിക്കും, എന്താണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ടെസ്റ്റ് റൈഡ് വണ്ടീൻ്റെ മാത്രം ഇഷ്യൂ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, ട്രാഫിക്കിലൊക്കെ ഇതുപോലെ കാലും കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കാം. ഏതായാലേ മൂപ്പരൊരു റോയൽ എൻഫീൽഡ് ഫാനാണ്. മൂപ്പരുടെ അടുത്ത് പഴയൊരു ഇലക്ട്രൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ്റെ അടുത്ത് 100-350 ഉണ്ട്. അപ്പം മൂപ്പർക്കൊന്ന് റിവ്യൂ വെച്ചാണ്. എങ്ങനെയുണ്ട് അനീസ്ക? മാസ്മരികല്ലേ, അത്രേ ഉള്ളൂ. അപ്പം നൈസായിട്ട് ഒരു ചായ കുടിച്ച് വൈൻഡപ്പ് ചെയ്യാം. ചേട്ടാ ഒരു ചായ. എൻ്റെ മോനെ നല്ല തിരക്കാണല്ലോന്ന്.